ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു ലേസി സൺഡേ ആണ് കേട്ടോ. രാവിലെ എണീച്ച് ഉടനെക്കാക്ക് ചായക്ക് ഇട്ട് കൊടുത്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എഗ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ എഗ് കറി ഉണ്ടാക്കണേ. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അത്താമ്മ ഇല്ല, അവർ നാളും പോയിക്കാണ്. എണീച്ച് ഉടനെക്കാക്ക് ചായ വെച്ച് കൊടുത്തു. ഇനി എനിക്ക് കോഫിക്ക് വേണ്ടി അത് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് രാവിലെ തന്നെ ഒരു കോഫി കുടിച്ചാൽ തന്നെ ഒരു എനർജി കിട്ടുള്ളൂ. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ. അങ്ങനെ ഞാൻ എപ്പോഴും എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഇവിടെ എപ്പോഴും കുക്കറിലാണ് ഇതാക്കുക. ഈ കോഫി പൗഡർ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ എവിടെ പോയപ്പോൾ നിലമ്പൂർ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഇത് കുടിച്ചിട്ട് നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ ഞാനിപ്പോഴും കോഫി കുടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സ്പൂൺ ഗീയോ ബട്ടറോ ഇടും കേട്ടോ. അപ്പോൾ ബുള്ളറ്റ് കോഫി എന്നൊക്കെ പറയില്ലേ, അത് ഇന്ന് ഇട്ടില്ല. ഇന്ന് ഒരു കുന്നലക്കാനുണ്ട്, ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കേണ്ടത്. ലേസി എന്ന് പറഞ്ഞ് ഇതേമാതിരത്തൊരു ലേസി, അയ്യോ എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാന്നേ. സൺഡേ പ്രത്യേകിച്ച്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഒരുപാട് പണിയുണ്ട്. ഇന്ന് അമ്മയില്ലാത്ത കാരണം കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, അലക്കാനുള്ളത് വിരിച്ചിടണം, അത് മടക്കി വെക്കണം. അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇത് എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മോൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇവിടുന്ന് ചായയും കുടിച്ച് സവാളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. മോൻ എണീച്ചിട്ടുണ്ടെങ്കിൽ മോൻ കട്ടൻ ചായ ഉണ്ടോ കൊടുക്കുക രാവിലെ തന്നെ. ഒരു ലൈറ്റ് കട്ടൻ ഇട്ട് കൊടുത്ത ആൾ ഹാപ്പി. അതും ബിസ്ക്കറ്റോ റസ്കോ കൊടുത്താൽ പിന്നെ പത്തിരി ഉണ്ടാക്കി. പത്തിരി മുട്ടക്കറി. മോന് ഞാൻ മുട്ട കറിയിലിടില്ല, കാരണം എരിവ് വന്ന ആൾക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഇല്ല. ആള് നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. അവന് ഭയങ്കര ഇഷ്ടം. അവന് കൊടുത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വരാറ്. പിന്നെ വീട്ടിലുണ്ടായ ഡ്രാഗൺ, അതിനൊന്ന് നോക്കാൻ പറഞ്ഞിട്ട്. നോക്ക് എന്താ ചെറുതൊരു മുട്ടയുടെ അത്രേ ഉള്ളൂ. ഈ ഡ്രാഗൺ ഉണ്ടല്ലോ, വൈറ്റാന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. നോക്കുമ്പോൾ എന്താ റെഡ്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെറുതല്ലേ. ഇത് അവന് കൊടുത്തപ്പോൾ അവൻ പൂ എന്നൊക്കെ പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രാഗൺ. മെയിനായിട്ട് അവന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അവൻ അതായത് നമ്മൾ പോളിനേഷൻ ചെയ്യാൻ പോകുമ്പോൾ ഇവനെ കൊണ്ടുപോകും. അപ്പോൾ ആ പൂന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഇനി ലഞ്ചിൻ്റെ പരിപാടി നോക്കാം. കപ്സയാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പോയി നോക്കുക. കുക്കറിലാണ് കേട്ടോ ഞാൻ വെച്ചത്. അടിപൊളിയാണെന്നൊക്കെയാണ് ഒക്കെ പറഞ്ഞത്. പിന്നെ വൈകിട്ട് ഞങ്ങൾ പുറത്ത് പോയി. ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു MVDയുടെ നിന്ന് ഒരു 6ഓളം ഫൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ എന്തായാലും ഇന്ന് ബെൽറ്റ് ഇടുന്നുള്ള രീതിയിലാണ് ചീത്ത പറഞ്ഞപ്പോൾ ബെൽറ്റ് കിട്ടിയിരിക്കുന്നു. നമ്മൾ കവക്ക് പോവാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് കവ, മലമ്പുഴയിലുള്ള കവ. അവിടെ പോയിരുന്ന് നമുക്ക് കിട്ടണ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ഇതാണ്. ഇപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെപ്പോഴും ഇപ്പുറത്തെ സൈഡായിരിക്കുക. ആദ്യമായിട്ടാണ് ഈ സൈഡ് പോയിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എപ്പോഴും ഈ സൈഡൊക്കെ പോകാറുണ്ട്. ഇവനെയും കൊണ്ട് മുകളിൽ കാരണം ഒത്തിരി പേടിയായിട്ടാണ് ഇത്രയും നാൾ നമ്മൾ പോകാണ്ടിരുന്നത്. ഇപ്പോൾ ആൾ നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ ഇരിക്കാൻ വിചാരിച്ചു. നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ കയറിയിരുന്നതും മഴ പൊടിയാൻ തുടങ്ങി കേട്ടോ. അവൻ എന്നെ വിളിക്കുന്നുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒന്ന് ഇരുന്നതും മഴ പെയ്ത്. പിന്നെ സ്നാക്സിൻ്റെ കവർ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇട്ടിട്ട് അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരുവിധം ഈ മരത്തിൻ്റെ അടിയിലേക്ക് വന്നു.
നമ്മളിവിടെ പോകുമ്പോൾ എപ്പോഴും സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പോകുക. അവിടെ പോയിരുന്നുണ്ട് ആളുടെ സമാധാനത്തിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആശാൻ സമ്മതിച്ചേയില്ല. അവൻ മലയുടെ മുകളിൽ ഓടി നടക്കുക. വല്ല വീണാലോ പറഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ എണീച്ചു, വേറെ സ്പോട്ടിൽ പോയി. അങ്ങനെ ഇന്ന് നമ്മൾ കുറേ സ്പോട്ടിലിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു സ്പോട്ടിൽ തന്നെ പോയി ഇരുന്നിട്ട് വരിക ചെയ്യുക. നമ്മൾ കുറേ സ്പോട്ടിൽ പോയിരുന്നു. പിന്നെ ഉള്ളത് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ വെള്ളത്തിൽ. ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ ഇരുന്നിട്ട് കാല് വെള്ളത്തിലിട്ടും. അപ്പോൾ ചെറിയ ചെറിയ ഫിഷില്ലേ, അതൊക്കെ വന്ന് നമ്മുടെ കാലിലിങ്ങനെ കൊത്തൊക്കെ ചെയ്യും. ഒരു ടൈപ്പ് ഓഫ് ഫിഷ്, ഒരു ഫിഷ് സ്പാ മാതിരി. പക്ഷെ ഇന്നും ഒന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. സോഷ്യൽ കിച്ചണിലാണ് നമ്മൾ പോവുക. ഇവിടെ വന്നാൽ ഇവിടുത്തെ കോഫി അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എവിടേക്കൊക്കെ നമ്മൾ വരും കേട്ടോ കോഫി കുടിക്കാനൊക്കെ ആയിട്ട്. ഇവിടുത്തെ കോഫി കുടിക്കണമെങ്കിൽ നമുക്കൊന്നും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഒരു 3 ഗ്ലാസ്സെങ്കിലും കുടിച്ചാലാണ് നടക്കും. പിന്നെ നമ്മൾ അവിടെ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട്